കണ്ടില്ല. മാറ്റി ഞാൻ വീണ്ടും ടയറാക്കി. അല്ല, 2 ടയർ കളയേണ്ടി വന്നത്, രണ്ടും ഇതായി തേഞ്ച്. 2 ടയർ മാത്രം ഞാൻ ഡീലർഷിപ്പിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അല്ല, അത് നമ്മളൊന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബുർജ് ഖലീഫയേക്കാളും കൂടുതൽ വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഈ ഇടയ്ക്കല്ലേ വെച്ചേ. പക്ഷെ സി ടവർ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വെച്ചതാണ്. അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ ഈഫൽ ടവർ നമ്മൾ സാധാരണ കേൾക്കുന്ന വലിയ ടവറിന്റെ പോലല്ലേ കരുതുന്നത്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഫ്രാൻസിലെത്തിയാണ്. അവൻ പറയാ അവന് ഫ്രാൻസിലെത്തിയെന്ന് അവന് മനസ്സിലായി. ഈ ടവറും കണ്ട് അവന് ഈഫൽ ടവർ ആണോ, കാരണം ചെറിയ ടവറാണ്. ഈഫൽ ടവർ ആണോ എന്നൊരു ഡൗട്ട്. പിന്നെ അവിടെ എഴുതി വെച്ചപ്പോ കൺഫേം ആയി. എന്നിട്ട് അവൻ പറയുന്നോട് ആ ചെറിയ ടവറാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാന്ന്. അല്ല, ബുർജ് അത് കഴിഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞു സൗദിയില്. അതിപ്പോ കെട്ടി തുടങ്ങിയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഭരിക്കാനൊന്നും ഉണ്ടാവില്ല. അല്ല, അതെനിക്ക് തോന്നുന്നു ചൈന ആയിരിക്കും. ചൈന ഇപ്പം താഴെയല്ലേ? ചൈനക്ക് റിസോഴ്സ് അവിടെ പോകുന്ന ആൾക്കാരെന്നെ പറയാം എല്ലാം സിസ്റ്റമാറ്റിക് ആണല്ലോ. റോഡ് സംഗതി അമേരിക്കക്ക് എന്താണല്ലേ ഒന്നും ഇല്ലല്ലോ. എനിക്കറിയോ ഈ അടുത്ത് 2 മാസം മുമ്പ് പിന്നെ പെട്രോളിയം ട്രാൻസാക്ഷൻ ഏത് കറൻസിയിലാന്ന് നടത്തിയത്? ഇന്ത്യൻ കറൻസിയില് റഷ്യയിലേക്ക് കൊടുത്തു. അത് കേട്ടോ നീ? അത് വലിയ സംഭവാ. ചൈന റൂൾ ചെയ്യുമ്പോ ഇന്ത്യക്ക് അടിയല്ലേ? ശ്രീലങ്ക അതെ. ചൈന എന്തോ എമൗണ്ട് കൊടുത്ത് ചൈന കണക്ക് കൊടുത്തിട്ട് ആൾക്കാരെ വെച്ചിട്ട് അതാണ് ചൈനന്റെ ബെനിഫിറ്റ്. മാൻ പവർ ഉണ്ട്, ടെക്നോളജി പവർ ഉണ്ട്. പക്ഷെ എനിക്കാണ് അവിടെ അടിമ കണക്കല്ലേ വർക്കിന് അല്ലേ? അവിടെ എനിക്ക് തോന്നുന്നു റിച്ച് പൂർ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടോ? അവരിതാണ് ചെയ്യണെന്തുകൊണ്ട്, അതായത് ഇവർക്ക് എല്ലാ എന്റർടൈൻമെന്റിനുള്ള സംഗതിയും കൊടുക്കും. എന്നുള്ള പണി സ്ഥലത്ത് എന്തായാല് കണ്ടില്ല, നമ്മള് വീഡിയോ കാണില്ല, സത്യമാണോന്ന് അറിയില്ല. ഒരു വർക്കിൽ തന്നെ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് സിംഗപ്പൂരുണ്ടല്ലോ ആ ഒരു കൾച്ചർ. അവിടെ ചൈനീസ് ആയതുകൊണ്ട് ഏതെങ്കിലും മറ്റേ കാടും മലയും അവിടെയൊക്കെ ഉള്ള ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കും. ഞാൻ പറഞ്ഞ വല്ല ബഹാമാസോ തായ്ലൻഡോ. ഞാൻ അപ്പനോട് പറയുന്നതായിരുന്നു, ഇൻ കേസ് അവള് പിരിഞ്ഞു പോവാണെങ്കിൽ ഇൻ കേസ് ഞാനെന്താവും അത് അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഹിമാലയത്തിലോ കാര്യങ്ങളോ എവിടെങ്കിലും. അപ്പൊ ആൾക്കാർ ചോദിച്ചാൽ പറയല്ലോ ഓള് വിട്ടുപോയ സങ്കടത്തിലാന്ന്. അല്ല അവളോട് ഇങ്ങനെ പറയും. എനിക്ക് ഭയങ്കര അല്ല ഞാൻ പറയണേ നമ്മളെല്ലാ കേസ് ഞാൻ പോവാന്ന് പറഞ്ഞ ഏത് രീതിയിലും പല രീതിയിലും പോയല്ലോ, എല്ലാ രീതിയിലും. ഇതേപോലെ ഡയറക്ടർ
ഒരു സന്യാസി ഇല്ലേ വലിയ ഉപദേശം പറയണേ, പിന്നെ ഒരു സന്യാസി ഇപ്പൊ ഭയങ്കര അഡ്വൈസ് ചെയ്യുന്ന ഒരു സന്യാസി ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇതേപോലെ വന്നപ്പോ ഒരു ഇംഗ്ലീഷുകാരത്തി കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ചു മറുപടി അറിഞ്ഞു, ഓനക്ക് എന്ത് വേണമെങ്കിലും ഇടാ, ഓനക്ക് ഈ പൈസ ഉണ്ടാക്കുന്നതും കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മുട്ട ഒരു സന്യാസി. അല്ലല്ല അവനല്ല, ഇത് നേപ്പാളി ഏത് വെക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു, ഓന് കുടുംബോ കാര്യങ്ങളൊന്നും നോക്കണ്ടേ, അവിടെ കയറി ഇത് പറഞ്ഞാൽ നമുക്ക് അങ്ങനല്ല. നല്ല കാശുണ്ടോ അല്ല ഓരോ ലൈഫ് അങ്ങനെ തന്നെ അല്ലേ, ഓർക്ക് വേറൊന്നും നോക്കണ്ടല്ലോ. ഫുഡിന് ഫുഡ് ഉണ്ടാവും, മെഡിറ്റേഷൻ പീസാണ്, വീടൊന്നും നോക്കണ്ടല്ലോ അവർക്ക്. അതിപ്പോ നമുക്ക് പീസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ജീവിച്ചേനെ, കുടുംബത്തോടെ പീസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല. കാടല്ല ഉദ്ദേശിക്കണേ, ഹിമാലയോ അങ്ങനെ ഏകാന്തത അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതാണ് നമ്മളെ ബോധർ ചെയ്യുന്ന സംഗതി എന്ന് പറയണേ. അതുള്ളോണ്ടാണ് നമ്മള് പോകാത്തെ. ഇല്ലായിരുന്നു. ആണ്, പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ഒരു 2 മാസം മാത്രം പോയി നിന്നിട്ട് വന്ന നമ്മളിപ്പോ പറയുന്നില്ലേ, നമുക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് സമാധാനം തേടി പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. വാട്ട് ഇഫ് നമുക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു സ്ഥലം ഉണ്ട് എന്ന് അറിയുമ്പോഴല്ലേ ആ പോകുന്ന ഡെസ്റ്റിനേഷൻ കുറച്ചുകൂടെ ഇതാക്കും. അതെ, നമുക്ക് ഒരിടത്ത് പോകുമ്പോഴത്തേക്ക് അത് മാത്രമായി പോകും എന്നുള്ള ഇതായി പോകും. ജയിലില്ലേ ഓന് പുറത്തിറങ്ങണ്ട അറിയോ? അല്ലല്ല പരോളല്ല, അല്ലല്ല. ഞാൻ ഈ എനിക്കറിയാം കൊടിയത്തൂർ പിന്നെ ഒരാളെ തല്ലിക്കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 2 വർഷമായിട്ടുള്ള അറിഞ്ഞിട്ട് അവിടുത്തെ ജയിൽ നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരെ വരെന്തെങ്കിലും പുറത്ത് പണിക്ക് വിടും, എന്നിട്ട് അവർക്ക് തിരിച്ച് ജയിലിൽ വരണം. അത്രേ ഉള്ളൂ റൂള്. അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, നീ കേട്ടിട്ടില്ലല്ലോ? അങ്ങനെ ഉണ്ടല്ലോ സിസ്റ്റം. ഒന്ന് അന്വേഷിച്ച് നോക്കി ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഇങ്ങനെ സിസ്റ്റം ഉണ്ടോ. പക്ഷെ അതവർ വളരെ സൂക്ഷിച്ചിട്ട്, അതായത് അത്ര നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അതായത് ആ സിറ്റിയിലുള്ള പണിക്ക് അവർക്ക് പോവാ, എന്നിട്ട് നേരെ തിരിച്ച് ജയിലിലേക്ക് രാത്രി കിടക്കാൻ പോകണം. അതെ, ആ സിസ്റ്റം. അല്ലല്ല, ജയിലിൽ തിരിച്ചു വരണം. വന്നിട്ടില്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് മാർക്ക്, പിന്നെ ഓരോ പൊക്കൂലേ. ആ, പരോളിൽ ഇറങ്ങിയ ആൾക്കാർ മുങ്ങിയാ പിന്നെ പൊക്കൂല. അതേ സെയിം സിസ്റ്റം അല്ല, അങ്ങനെയുള്ള ആൾക്കാര് ഫോണ് വീട്ടുകാരെപ്പോഴും ട്രേസ് ചെയ്യുമ്പോൾ